അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാനായ ഷേഖ് സർനൂജി റളിയല്ലാഹു അൻഹുവിൻ്റെ തഅലീമുൽ മുതഅല്ലിം 36 ദർസുകൾ കഴിഞ്ഞു. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇനിയും ദീനി ഖിദ്മയിലായി മരണം വരെ ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. മഹാനവറുകൾ പറയുകയാണ്, വഇയ്യാക വൽ കസ്ൽ, മോനെ നീ മടിയെ സൂക്ഷിക്കണം. ഫഇന്നഹു, കാരണം മടി ശുഊമുൻ അപശകുനമാണ്, ആഫത്തുൻ അളീമത്തുൻ വലിയ ഒരു ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, പ്രശ്നക്കാരനാണ്. ഖാല ഷൈഖുൽ ഇമാം അബൂ നസ്ർ സഫാരി അൻസാരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, യാ നഫ്സി യാ നഫ്സ്, ഓ എൻ്റെ ശരീരമേ, ലാ തുർഹി, നീ അലംഭാവം കാണിക്കരുത്, അനിൽ അമൽ, കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അലംഭാവം കാണിക്കരുത്, ഫിൽ ബിരി, ഗുണത്തിൽ, വൽ ആദിൽ, നീതിയിൽ, വൽ ഇഹ്സാൻ, നന്മയിൽ, ഫീ മഹ്ലിൻ, അത് സാവധാനത്തിലാണെന്നതുകൊണ്ട്, ഫകുല്ലു ദീ അമലിൻ ഫിൽ ഖൈരി, നന്മ ചെയ്യുന്ന മുഴുവൻ ആളുകളും, ഫകുല്ലു ദീ അമലിൻ, അമല് ചെയ്യുന്നവർ, ഫിൽ ഖൈരി, നന്മയിൽ, മുഖ്തബത്തുൻ, അവർ ഭാഗ്യം സിദ്ധിച്ചവരാണ്, വലിയ തൗഫീഖിനുടമകളാണ്. വഫി ബലാഇൻ, എന്നാൽ വളരെ പ്രയാസത്തിലാണ്, വശുഊമിൻ, അപശകുനത്തിലുമാണ്, കുല്ലു ദീ കസ്ലിൻ, എല്ലാ മടിയന്മാരും. വഖീല, ഒരാപ്തവാക്യമുണ്ട്, കമ്മിൻ ഹയാഇൻ, എത്ര നാണക്കേടാണ്, വഖം അജ്സിൻ, എത്ര ദൗർബല്യമാണ്, വഖം നദമിൻ ജമ്മിൻ, എത്ര വലിയ വലിയ ഖേദമാണുള്ളത്, തവല്ലദ, അതൊക്കെ ഉണ്ടായിരിക്കുന്നുലിൽ ഇൻസാനി, മനുഷ്യന്, മിൻ കസ്ലിൻ, മടി കാരണം. വലിയ വലിയ ഖേദങ്ങളും നാണക്കേടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദൗർബല്യങ്ങളുമൊക്കെ മനുഷ്യന് കിട്ടാൻ കാരണമായിരിക്കുന്നത് അവൻ്റെ മടിയാണ്. വഖദ് ഖീല, മറ്റൊരാപ്തവാക്യമുണ്ട്, യഹ്സുലുൽ കസ്ൽ, മടി ഉണ്ടാവുന്നത്, മിൻ ഖില്ലത്തി തഅമ്മുലി, അവഗാഹം കുറയുമ്പോഴാണ്, ഫി മനാഖിബിൽ ഇൽമി വ ഫളാഇലിഹി, അറിവിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ സ്ഥാനങ്ങളെക്കുറിച്ചുമുള്ള അവഗാഹം കുറയുമ്പോഴാണ് ഒരാൾക്ക് മടിയുണ്ടാകുന്നത്. ഫയംബഗീലിൽ മുത്തഅല്ലിമി, അതുകൊണ്ട് മുത്തഅല്ലിമിന് അത്യാവശ്യമാണ്, അയ്യുത്ഇബ നഫ്സഹു, അവൻ്റെ ശരീരത്തെ ക്ഷീണിപ്പിക്കൽ, വല്ലാതെ അധ്വാനിക്കൽ, അല തഹ്സീലി, നേടിയെടുക്കുന്ന വിഷയത്തിൽ, വൽ ജിദ്ദി, പരിശ്രമിക്കുന്നതിലും, വൽ മുവാലബത്തി, അഭിരമാക്കുന്ന വിഷയത്തിലും, ശീലമാക്കുന്ന വിഷയത്തിലും, എന്ത് ബിത്തഅമ്മുലി ഫി ഫളാഇലിൽ ഇൽമി, അറിവ് എന്തിനാണ് പഠിക്കുന്നത്, അതുകൊണ്ട് എന്താണ് നേട്ടമുള്ളത് എന്നൊക്കെയുള്ള അറിവിൻ്റെ സ്ഥാനങ്ങളും അതിൻ്റെ ശ്രേഷ്ഠതകളും പഠിക്കുകയും അതിനു വേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഫഇന്നൽ ഇൽമ, കാരണം അറിവെന്ന് പറയുന്നത്, യബ്ഖാ, അത് ബാക്കിയാകുന്നു, അവശേഷിക്കുന്നു, വൽ മാലു, മാൽ, സമ്പത്ത്, യഫ്നി, അത് നശിച്ചു പോവുകയും ചെയ്യുന്നു. കമാ ഖാല അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതുപോലെ, റളീനാ ഖിസ്മത്തൽ ജബ്ബാരി ഫീന, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് തന്ന ഓഹരിയിൽ ഞങ്ങൾ തൃപ്തരാണ്. റളീന, ഞങ്ങൾ തൃപ്തരാണ്, ഖിസ്മത്തൽ ജബ്ബാരി, അള്ളാഹുവിൻ്റെ ഓഹരിയിൽ, ഫീന, ഞങ്ങൾക്കുള്ള, ലനൽ ഇൽമുൻ, ഞങ്ങൾക്ക് അള്ളാഹു ഇൽമു തന്നിരിക്കുന്നു, വലിൽ അഅദാഇ മാലുൻ, ഞങ്ങളുടെ ശത്രുക്കൾക്ക് അള്ളാഹു സമ്പത്തും നൽകിയിരിക്കുന്നു. മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമ്പത്ത് കുറവാണെങ്കിലും അറിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അവരുടെ ശത്രുക്കൾക്ക് അള്ളാഹു ധാരാളം സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അറിവ് കൊടുത്തിട്ടില്ല. ഫഇന്നൽ മാല, തീർച്ചയായും സമ്പത്ത്, യഫ്ന, അത് നശിച്ചു പോകും, അൻ ഖരീബിൻ, വൈകാതെ. വ ഇന്നൽ ഇൽമ, എന്നാൽ അറിവെന്നത്, യബ്ഖാ ലാ യസാലു, ഒരിക്കലും നശിക്കാത്ത, നീങ്ങാത്ത, അവശേഷിക്കുന്ന ഒരു വസ്തുവാണ്.
ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അറിവിൻ്റെ ഖാദിമീങ്ങളാക്കി നമ്മെ വളർത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.